Good afternoon, students. അപ്പോൾ നമ്മളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് അറ്റ് 1872 ആൻസർ ദ ഫ്ലോയിങ്. അപ്പം റൈറ്റ്സ് ഓഫ് ബെയിലർ. ഓക്കെ, ബെയിലർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി ഓണറാണ് അല്ലേ. ഓണർ ഒരാളെ വിശ്വസിച്ചിട്ട് പൊസഷൻ മറ്റൊരാളിലേക്ക്, കീ മറ്റൊരാൾക്ക് കൊടുക്കുന്നു. സോ അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ആളാണ് ബെയിലർ. അപ്പോൾ ആ ബെയിലറുടെ അവകാശങ്ങൾ, റൈറ്റ്സ് ഒക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റൈറ്റ്സ് ഓഫ് ദ ബെയിലർ എപ്പോൾ എഗെയിൻസ്റ്റ് എനി റോങ് ഡൂയർ. ഇപ്പോൾ തേർഡ് പാർട്ടി എന്തെങ്കിലും റോങ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് റൈറ്റ്സ് ഓഫ് ദ ബെയിലർ? ബെയിലർക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പറ്റും തേർഡ് പാർട്ടി ഒരു റോങ് ഡൂയർ ആയിക്കഴിഞ്ഞാൽ? പിന്നെ അത് കഴിഞ്ഞാൽ ഡ്യൂട്ടീസ് ഓഫ് ദ പൗണി പറയണം. പൗണറുണ്ട്, പൗണി ഉണ്ട് അല്ലേ പ്ലഡ്ജിൽ അല്ലേ. അതായത് പണയം വെക്കുന്ന ആളാണ് പൗണർ എന്ന് പറഞ്ഞത്. പണയം ഇങ്ങനെ വാങ്ങി വെക്കൂലേ, അയാളെയാണ് പൗണി എന്ന് പറയുന്നത്. ആ ഗുഡ്സിൻ്റെ പൊസഷൻ ഏറ്റെടുക്കുന്ന ആളെ പൗണി എന്ന് പറയും. ഇപ്പോൾ ബെയിലി എന്ന് പറഞ്ഞാലും ഗുഡ്സിൻ്റെ പൊസഷൻ വെക്കുന്ന ആളാണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് റൈറ്റ്സ് ഓഫ് ദ ബെയിലർ എഗെയിൻസ്റ്റ് എനി റോങ് ഡൂയർ നോക്കാം. പിടിച്ചോ, സ്യൂട്ട് ബൈ ദ ബെയിലർ ഓർ ബെയിലി എഗെയിൻസ്റ്റ് റോങ് ഡൂയേഴ്സ്. അപ്പം ഇപ്പോൾ തേർഡ് പാർട്ടി വന്ന് കാറിൽ ഇടിച്ചു. ഓക്കെ, കാറിൻ്റെ പൊസിഷൻ നമ്മളെ ബെയിലർ ഒരാൾക്ക് ബെയിലിക്ക് ഏൽപ്പിച്ച് കൊടുത്തു പോയതാണ്. ബെയിലി കാർ ഓടിക്കുന്നതിൻ്റെ ഇടയിൽ ഒരാളിങ്ങനെ ഓവർ സ്പീഡിൽ വന്നിട്ട് ഓപ്പോസിറ്റ് വന്ന് ഇടിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊരു റോങ് ഡൂയർ ആണല്ലേ. അപ്പോൾ ആ റോങ് ഡൂയറുടെ കാര്യത്തിൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? സ്യൂട്ട് ബൈ ബെയിലർ ആൻഡ് ബെയിലി എഗെയിൻസ്റ്റ് റോങ് ഡൂയേഴ്സ് നോക്കാം. സെക്ഷൻ 180 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 പറയുന്ന പ്രകാരം ഇഫ് എ തേർഡ് പേഴ്സൺ wrongfully deprives the bailee of the use or possession of the goods bailed. ഇപ്പോൾ റോങ്ഫുള്ളി എന്ത് ചെയ്യാണ്? ആ ഒരു ഗുഡ് യൂസ് ചെയ്യുന്നതിൽ നിന്ന് തടയാണ് ആ ഒരു ബെയിലീനെ. ഓർ പൊസഷൻ ഓഫ് ദ ഗുഡ്സ് ഇങ്ങനെ പോസസ് ചെയ്യുന്നതിൽ നിന്നും എന്തെങ്കിലും റോങ് തിങ്സ് ചെയ്യാണ്. പൊസഷൻ ഓഫ് ദ ഗുഡ്സ് ബെയിലഡ്. ഓർ അപ്പം ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ക്ലോത്ത് ഇങ്ങനെ നമ്മൾ കൊടുക്കും അല്ലേ, ഇങ്ങനെ തയ്ച്ചിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്ലോത്തിൻ്റെ പൊസഷൻ ആ ക്ലോത്ത് തുന്നുന്ന തയ്യൽക്കാരന് കൊടുക്കും. അപ്പോൾ തയ്യൽക്കാരനൊരു മോനുണ്ടായിരുന്നു. അപ്പോൾ നല്ല ക്ലോത്ത് കണ്ടപ്പോൾ മോൻ അത് സൈഡിൽ കൂടെ എടുത്തുകൊണ്ട് പോയി. അപ്പം അല്ലാന്നുണ്ടെങ്കിൽ മോളെ കയ്യിൽ നിന്നും അത് ഇസ്തിരി ഇടുന്ന സമയത്ത് അത് കരിഞ്ഞു പോയി. അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ അതാണ് പൊസഷൻ ഓഫ് ദ ഗുഡ്സ് ബെയിൽഡിനെ എന്തെങ്കിലും റോങ്ഫുള്ളി ഡിപ്രൈവ് ചെയ്യുക. ഓർ ഡസ് ദം എനി ഇഞ്ചുറി, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറി സംഭവിപ്പിക്കുക. ഇപ്പോൾ ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ ഇഞ്ചുറി സംഭവിച്ചു. സോ ദ ബെയിലി ഈസ് എൻറ്റൈറ്റിൽഡ് ടു യൂസ് സച്ച് റെമഡീസ് ആസ് ദി ഓണർ മൈൻഡ് ഹാവ് യൂസ്ഡ് ഇൻ ദ ലൈക്ക് കേസ് ഇഫ് നോ ബെയിൽമെൻറ്റ് ഹാഡ് ബീൻ മെയ്ഡ്. ബെയിലിക്ക് ആ കാറിൻ്റെ ഓണറുടെ പോലെ തന്നെ റിയാക്ട് ചെയ്യാം എന്നാണ് പറഞ്ഞത്. ബെയിലി ഈസ് എൻറ്റൈറ്റിൽഡ് ടു യൂസ് സച്ച് റെമഡീസ് ആസ് ദി ഓണർ മൈൻഡ് ഹാവ് യൂസ്ഡ് ഇൻ ദ ലൈക്ക് കേസ്. ഓക്കെ, ഇതേപോലത്തെ കേസ് വന്നാൽ ഇതേപോലത്തെ കേസ് വന്നാൽ എന്താണോ ഓണർ മൈൻഡ് ഹാവ് യൂസ്ഡ് അത് തന്നെ നമ്മുടെ ബെയിലിക്കും യൂസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. സച്ച് റെമഡീസ് ആസ് ദി ഓണർ മൈൻഡ് ഹാവ് യൂസ്ഡ് ഇൻ ദ ലൈക്ക് കേസ് ഇഫ് നോ ബെയിൽമെൻറ്റ് ഹാഡ് ബീൻ മെയ്ഡ്. അതായത് ഒരു ബെയിൽമെൻറ്റോ ഒരു രീതിയിലുള്ള ഒരു കോൺട്രാക്റ്റോ ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോൾ ഓണറുടെ കയ്യിൽ ഈ കാറുണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് ഇടിച്ചാൽ എന്താണ് ഓണർ റിയാക്ട് ചെയ്യുക, എന്ത് റെമഡിയാണോ ഓണർ എടുക്കുക, അതുപോലെ തന്നെ ബെയിലിയും ആക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ആൻഡ് ഐദർ ദ ബെയിലർ ഓർ ദ ബെയിലി മേ ബ്രിങ് എ സ്യൂട്ട് അഗെയിൻസ്റ്റ് എ തേർഡ് പേഴ്സൺ ഫോർ സച്ച് ഡിപ്രീവിയേഷൻ ഓർ ഇഞ്ചുറി. അപ്പം അങ്ങനത്തെ ഇഞ്ചുറിക്കോ ഡിപ്രീവിയേഷന് വേണ്ടിയിട്ടോ ഒക്കെ ഐദർ ദ ബെയിലർ, ഒന്നില്ലെങ്കിൽ ബെയിലറിന് കേസ് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ബെയിലിക്ക് കേസ് കൊടുക്കാം എന്നാണ്. രണ്ട് കൂട്ടർക്കും കേസ് കൊടുക്കാം. ബ്രിങ് എ സ്യൂട്ട് അഗെയിൻസ്റ്റ് എ തേർഡ് പേഴ്സൺ ഫോർ സച്ച് ഡിപ്രീവിയേഷൻ ഓർ ഇഞ്ചുറി. ഡിപ്രീവിയേഷൻ മീൻസ് ഹാർഡ്ഷിപ്പ് ഓർ ഇഞ്ചുറിക്ക് വേണ്ടിയിട്ട് സ്യൂട്ട് കൊടുക്കാനായിട്ട് ബെയിലർക്കോ അല്ലെങ്കിൽ ബെയിലിക്കോ പറ്റും. ഇപ്പോൾ കുട്ടികൾ വിചാരിക്കും ഇങ്ങനെ ബെയിലറിനെ പറ്റിയിട്ടല്ല ചോദിച്ചു, എന്നിട്ട് എന്താ ഇവിടെ ബെയിലിനെ പറ്റി പറയുന്നതെന്ന്. കാരണം ഇപ്പോൾ ഗുഡ്സ് ആരുടെ കയ്യിലിരിക്കുന്നത്? ബെയിലിയുടെ കയ്യിലായിരിക്കണേ അല്ലേ. അപ്പം തേർഡ് പാർട്ടി ആരുമായിട്ടായിരിക്കും കണക്ഷൻ ഉണ്ടായിരിക്കുക? ഇൻസിഡൻ്റ് ഒക്കെ സംഭവിക്കുക ആരെ ചുറ്റിപ്പറ്റിയിട്ടായിരിക്കും? ബെയിലിനെ ചുറ്റിപ്പറ്റിയിട്ടായിരിക്കും അല്ലേ. അപ്പോൾ ബെയിലിക്ക് ബെയിലറുടെ അത്ര അവകാശമുണ്ട്. ഇപ്പോൾ ബെയിലറുടെ ഹൃദയമാണല്ലേ ബെയിലിൻ്റെ കയ്യിലിരിക്കുന്നത് അല്ലേ. ബെയിലറിൻ്റെ ഗുഡ്സാണ് ബെയിലിൻ്റെ കയ്യിലിരിക്കുന്നത്.
സോ എന്താണോ ആ ട്രൂ ഓണർ ചെയ്യുക അതുപോലെ തന്നെ ബെയിലിയും ചെയ്യണം എന്നാണ് പറഞ്ഞത്. തേർഡ് പേഴ്സൺ എന്തെങ്കിലും റോങ് തിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 പേർക്കും അവകാശം കൊടുക്കാനായിട്ട് പറ്റും എന്നാണ് ലോ പറയുന്നത്. സോ ഇഫ് എ തേർഡ് പേഴ്സൺ റോങ്ഫുള്ളി ഡിപ്രൈവ്സ്, തടഞ്ഞു വെച്ചു അല്ലെങ്കിൽ നിഷേധിച്ചു എന്നൊക്കെ പറയാം അല്ലേ. സോ wrongfully deprives the bailee of the use or possession of the goods bailed or does them any injury, so the bailee is entitled to use such remedies as the owner might have used in the like case if no bailment had been made, and either the bailer or the bailee may bring a suit against a third person for such deprivation or deprivation or injury. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ, ഡ്യൂട്ടീസ് ഓഫ് ദ പൗണി. പൗണി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സ്വർണ്ണമൊക്കെ പണയം വെക്കാൻ പോയി കഴിഞ്ഞാൽ അത് വാങ്ങി വെക്കുന്ന ആ സ്ഥാപകൻ ഉണ്ടാവുമല്ലോ, അതാണ് പൗണി. ഓക്കെ, പ്ലഡ്ജ് ചെയ്യുമ്പോൾ പൗണി ഹാസ് ദ ഫോളോയിങ് ഡ്യൂട്ടീസ്. അപ്പം F ഡ്യൂട്ടീസുകളാണുള്ളത്, ABCDEF. അപ്പോൾ 6 ഡ്യൂട്ടീസ്. സോ ഡ്യൂട്ടി ടു ടേക്ക് റീസണബിൾ കെയർ ഓഫ് ദ പ്ലഡ്ജഡ് ഗുഡ്സ്. ഓക്കെ, പ്ലഡ്ജഡ് ഗുഡ്സിന് റീസണബിൾ കെയർ കൊടുക്കണം. ഡ്യൂട്ടി നോട്ട് ടു മേക്ക് അൺഓതറൈസ്ഡ് യൂസ് ഓഫ് ദ പ്ലഡ്ജഡ് ഗുഡ്സ്. പ്ലഡ്ജഡ് ഗുഡ്സ്, ഈ സ്വർണ്ണമൊന്നും വീട്ടിലുള്ളവർക്ക് ഇടാൻ കൊടുക്കാൻ പാടില്ല അല്ലേ. സോ ഡ്യൂട്ടി നോട്ട് ടു മേക്ക് അൺഓതറൈസ്ഡ് യൂസ് ഓഫ് ദ പ്ലഡ്ജഡ് ഗുഡ്സ്. ഡ്യൂട്ടി ടു റിട്ടേൺ ദ ഗുഡ്സ് വെൻ ദ ഡെപ്റ്റ് ഹാസ് ബീൻ റീപെയ്ഡ് ഓർ ദ പ്രോമിസ് ഹാസ് ബീൻ പെർഫോംഡ്. അതായത് ഈ പൈസ തിരിച്ചു തന്നാൽ ഞാൻ ഈ ഗുഡ്സ് തരും എന്നാണല്ലോ ആ പണയം വെക്കാൻ പോകുമ്പോൾ ആൾ പറയാം. അപ്പോൾ പൈസ തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ദ പ്രോമിസ് ഹാസ് ബീൻ പെർഫോംഡ് എന്നാണ് അല്ലേ. അപ്പോൾ അങ്ങനെ പൈസ തിരിച്ചു കൊടുത്തു അല്ലെങ്കിൽ പ്രോമിസ് ഹാസ് ബീൻ പെർഫോംഡ് ആയിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ടു റിട്ടേൺ. ഹൂസ് ഡ്യൂട്ടി? പൗണീസ് ഡ്യൂട്ടി ടു റിട്ടേൺ ദ ഗുഡ്സ് വെൻ ദ ഡെപ്റ്റ് ഹാസ് ബീൻ റീപെയ്ഡ്. ഡ്യൂട്ടി നോട്ട് ടു മിക്സ് ഹിസ് ഓൺ ഗുഡ്സ് വിത്ത് ഗുഡ്സ് പ്ലെഡ്ജ്ഡ്. കണ്ടോ, ഹിസ് ഗുഡ്സും അതുപോലെ തന്നെ സ്വർണ്ണങ്ങൾ പലതരം ഉണ്ടാവില്ലേ, അപ്പം ഹിസ് ഗുഡ്സും അതുപോലെ തന്നെ ഈ സ്വർണ്ണവും തമ്മിൽ അങ്ങനെ കൂടി മാറ്റാനൊന്നും പാടില്ല, മിക്സ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഡ്യൂട്ടി നോട്ട് ടു ഡു എനി ആക്ട് വിച്ച് ഈസ് ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് ദ ടേംസ് ഓഫ് ദ പ്ലഡ്ജ്. ഓക്കെ, ടേംസ് ഓഫ് ദ പ്ലഡ്ജ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ സ്വർണത്തിന് വേണ്ടിയിട്ട് ആ പൈസ തരുന്നത് അപ്പോൾ ആ സ്വർണം തിരിച്ചു തരുന്ന, അതല്ലാതെ അവിടെ വേറെ ഒന്നുമില്ല. അപ്പം ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ സ്വർണ്ണം എടുത്തിട്ട് മറച്ചു വെക്കുക അങ്ങനെയൊന്നും നമ്മളുടെ ആ ഒരു കോൺട്രാക്റ്റിൽ ഇല്ല അല്ലേ. അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല. ഡു നോട്ട് ഡു എനി ആക്ട് വിച്ച് ഈസ് ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് ദ ടേംസ് ഓഫ് ദ പ്ലഡ്ജ്. പിന്നെ ഡ്യൂട്ടി ടു റിട്ടേൺ എക്രീഷൻ ടു ദ ഗുഡ്സ് ഇഫ് എനി. പ്ലഡ്ജ് നമുക്ക് ബെയിൽമെൻറ്റ് പോലെ തന്നെ എല്ലാ ഗുഡ്സിലും പറ്റില്ല, ഈവൻ ലൈഫ് സ്റ്റോക്കിൽ വരെ പ്ലഡ്ജ് പറ്റില്ലേ. ഇങ്ങനെ പശുവിന് കൊടുത്തിട്ട് പൈസ ഒക്കെ ആവശ്യം വന്നു, അപ്പോൾ പശുവിനെ ഇങ്ങനെ പ്ലഡ്ജ് ചെയ്തു കൊടുത്തിട്ട് എനിക്ക് പൈസ കിട്ടുമ്പോൾ ഞാൻ തിരിച്ചു തരുമ്പോൾ എനിക്ക് പശുവിനെ തിരിച്ചു തന്നാൽ മതി എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ കൊടുത്ത സമയത്ത് പശു ഗർഭിണിയായി, അങ്ങനെ പശുവിൻ്റെ ഡെലിവറി കഴിഞ്ഞു. അപ്പോൾ ആ പശുവിൻ്റെ കുട്ടി എന്ന് പറയുന്നത് എന്താണ്, നാച്ചുറലി ഉണ്ടായ ഒരു സംഭവമല്ലേ, ഒരു അക്രീഷൻ അല്ലേ. അപ്പോൾ ആ അക്രീഷൻ തിരിച്ചു കൊടുക്കണം. അത്ര എന്തെങ്കിലും ഒരു പ്രോഫിറ്റോ എന്തെങ്കിലും ഒരു ഗെയിനോ ഒക്കെ നമ്മളെ പൊസിഷനിൽ ഇരിക്കുമ്പോൾ തന്നെ ആ ഒരു ഡെപ്റ്ററുടെ ഗുഡ് കൊണ്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കണം എന്നുള്ളത് പൗണീൻ്റെ ഡ്യൂട്ടിയാണ്. ഡ്യൂട്ടി ടു റിട്ടേൺ അക്രീഷൻ ടു ദ ഗുഡ്സ് ഇഫ് എനി. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്.